ഋഷീശ്വരന്മാരെയും എല്ലാം ഒരുപോലെ പലതരത്തിലുള്ളതായ സംസാര ക്ലേശങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന തത്വമാണ് ഇന്നലെ വിശദീകരിച്ചു. ജനമേജയൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവതാര പുരുഷന്മാർക്ക് പോലും ഇങ്ങനെയുള്ളതായ സംസാര ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത്? ത്രിഗുണാശ്രിതമായിരിക്കുന്നതായ പ്രപഞ്ച സൃഷ്ടിയുടെ പൊരുളാണത് എന്ന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് വ്യാസഭഗവാൻ തന്നോട് നാരദ മഹർഷി പറഞ്ഞ നാരദന്റെ തന്നെ ആത്മകഥയാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്. വൈകുണ്ഠത്തിലെത്തിയ നാരദ മഹർഷി മായയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറ്റി നാരദ മഹർഷിയെ ആകാശത്തിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നാരദ മഹർഷി ചോദിച്ചു, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? മായയെ കാണണ്ടേ? അങ്ങ് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ മനോഹരമായൊരു തടാകം കണ്ടു. നാരദ മഹർഷിയോട് പറഞ്ഞു, നമുക്ക് ഈ തടാകത്തിന്റെ തീരത്തിറങ്ങാം. ഇതിനപ്പുറത്താണ് കാന്യകുബ്ജം എന്ന് പേരുള്ളതായ ദേശം. ഈ തടാകത്തിലെ സ്വച്ഛജലത്തിൽ മുങ്ങി കുടിച്ചിട്ട് നമുക്ക് ഈ കാന്യകുബ്ജ ദേശത്തേക്ക് പോകാം. അവിടെയാണ് മായയുള്ളത്. ശരി, ആവാം എന്ന് പറഞ്ഞ് തടാക തീരത്ത് ഗരുഡൻ ഇറങ്ങി. മഹാവിഷ്ണു കരയ്ക്കൊരു കല്ലുമ കയറിയിരുന്നു. എന്നിട്ട് നാരദ മഹർഷിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ വസ്ത്രവും വീണയൊക്കെ കൊണ്ട് തന്നു, എന്നിട്ട് വേഗം സ്നാനം ചെയ്തിട്ട് വരും, അത് കുളിച്ചിട്ട് ഞാൻ കുളിക്കാം. ഈ തടാകത്തിന്റെ തീരത്ത് അരണ്യമാണ്. അപ്പൊ വാനരന്മാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ വസ്ത്രം രണ്ടുപേരും അഴിച്ചു വെച്ച് കുളിക്കാൻ ഇറങ്ങിയ വസ്ത്രമൊക്കെ ചിലപ്പോൾ വാനരന്മാരൊക്കെ എടുത്തു കൊണ്ടുപോകും. അപ്പൊ നാരദ മഹർഷി വേഗം തന്റെ കൃഷ്ണാചലവും മണിവീണയും മഹാവിഷ്ണുവിന്റെ കയ്യിലേൽപ്പിച്ചു. കുളിക്കാനായി തടാകത്തിലേക്ക് ഇറങ്ങി. നല്ല സ്വച്ഛ സ്ഫടിക തുല്യമായിരിക്കുന്ന ജലം. ആ തടാകത്തിൽ അങ്ങനെ ഇറങ്ങി കഴുത്തോളം വെള്ളത്തിൽ മഹാവിഷ്ണുവിനെ ഇങ്ങനെ നോക്കി. മഹാവിഷ്ണു മുന്നിൽ തൂക്കി കരക്കിരിക്കുന്നുണ്ട്. നാരദ മഹർഷി അവർ മുങ്ങി നിവർന്നത് നാരദ മഹർഷി പെണ്ണായി മാറി. താൻ നാരദനാണ് എന്നുള്ള കാര്യം ഒന്നും ഓർമ്മിക്കാൻ. അവളാണെങ്കിലോ ആകെ വിസ്മയിച്ച് നിൽക്കുകയാണ് തടാകത്തിൽ. ഒരു നൂൽ വസ്ത്രം പോലും ധരിച്ചിട്ടില്ല. ഞാൻ ആരാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കരയ്ക്ക് കയറി ആ കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അവ വേഗം ഒരു പൊന്തക്കാടിനുള്ളിൽ മറഞ്ഞു നോക്കിയപ്പോൾ കാന്യകുബ്ജ ദേശത്തിലെ രാജാവായ താലധ്വജൻ അദ്ദേഹം രഥത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്തക്കാടിനുള്ളിൽ എന്തോ അനക്കം കേട്ടപ്പോ രാജാവ് രഥം നിർത്തി വേഗം ആ അനക്കം കേട്ട ദിക്കിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നിൽക്കുന്നതായ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഇവിടേക്ക് വരരുത്, ഞാൻ നഗ്നയാണ്, എനിക്ക് ഉടുക്കാൻ വസ്ത്രം തരുന്നു. രാജാവ് വേഗം തന്റെ ഉത്തരീയം ആ സ്ത്രീക്ക് ഇട്ടു. ആ ഉത്തരിയൊക്കെ ധരിച്ച് പുറത്തേക്ക് വന്ന ആ സ്ത്രീയെ കണ്ടത് രാജാവ് അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഈ സുന്ദരിയാണ് സ്ത്രീ. രാജാവ് ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? അപ്പൊ അവള് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. രാജാവ് പറഞ്ഞു, ഒന്നും ഓർമ്മ വേണ്ട, എന്തായാലും എനിക്ക് നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. അതിസുന്ദരിയായിരിക്കുന്ന നീ ഇന്നു മുതൽ എന്റെ രക്ഷയിൽ കഴിഞ്ഞു. നീ എന്റെ സഹധർമ്മിയാവണം. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് നിന്നെ ലഭിച്ചു എന്നതിനാൽ ഞാൻ നിന്നെ സൗഭാഗ്യസുന്ദരിയെന്ന് വിളിക്കും. അങ്ങനെ രഥത്തിൽ ഇങ്ങനെ ആ സൗഭാഗ്യസുന്ദരിയെ കൈ പിടിച്ച് കയറ്റി താലത്തിന്റെ രാജാവ് കൊട്ടാരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അന്തപുരത്തിൽ ഇരുന്ന്
ആ സൗഭാഗ്യസുന്ദരി അടുത്തിരുത്തിയിട്ട് രാജാവ് പറയും, സൗഭാഗ്യസുന്ദരി നോക്കൂ, എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കണേ എന്റെ ഭാഗ്യം. ഇത്രയും സുന്ദരിയായിരിക്കുന്നതിന്റെ എനിക്ക് വിധി തന്നുവല്ലോ. ഇത്രയും ഭാഗ്യവാനായ ആൾ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിക്കുമ്പോൾ സൗഭാഗ്യസുന്ദരി വേഗം രാജാവിന്റെ വായന കുട്ടിക്കുട്ടിട്ട് പറയില്ലേ, മഹാരാജാവി അങ്ങനെ പറയുന്നത്. സത്യത്തിൽ ആരാ ഭാഗ്യം ചെയ്തത്? ഞാനല്ലേ ഭാഗ്യം ചെയ്തത്. എവിടെന്നാ പറഞ്ഞേ? ആരാണ്, കുലമേതാണ്, ദേശമേതാണ് ഒന്നും അറിയാത്തവളായിരിക്കുന്ന ഞാൻ, സ്വന്തം നാമം പോലും ഓർമ്മയില്ലാത്തവളായ എന്നെ അങ്ങ് എത്രയോ ദയയോട് കൂടിയിട്ടാണ് ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പട്ടമുഖിയായി പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഭാഗ്യം എന്റെ ഭാഗ്യമാണ് രാജാവേ എന്ന് സൗഭാഗ്യസുന്ദരി പറയും. ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ കാലം കുറെ കഴിഞ്ഞപ്പോ ആ സൗഭാഗ്യസുന്ദരി മഹാരാജാവിന് കുട്ടികളുണ്ടായി, 12 കുട്ടികളുണ്ടായി. ആ കുട്ടികളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചും രസിച്ചും അവരിങ്ങനെ വളരുന്നത് കണ്ട് ആനന്ദിച്ചിരിക്കുമ്പോൾ രാജാവ് പറയും, നോക്കൂ, എന്റെ അന്തഃപുരം, എന്റെ ഈ കൊട്ടാരം, എന്റെ ഈ ജീവിതം ഇതിപ്പോ എത്ര ധന്യമായി തീർന്നിരിക്കുന്നു. എപ്പോഴോ ഞാൻ കാട്ടിലൂടെ യാത്ര ചെയ്ത സമയത്ത് ആ കാട്ടിൽ വെച്ച് എന്റെ മുന്നിലേക്ക് ഭാഗ്യമായി നീ വന്നു ചേർന്നു. അതുകൊണ്ട് എന്റെ ജീവിതം ഇപ്പോൾ ഇതാ എത്ര ആനന്ദകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതെന്റെ ഭാഗ്യമല്ലേ? അപ്പൊ സൗഭാഗ്യസുന്ദരി പറയും, അതല്ല എന്റെ ഭാഗ്യമേ. ഒന്നുമല്ലാത്തവളായിരിക്കുന്ന എന്നെ വിളിച്ച് പട്ടംകുഷിയാക്കി ഇപ്പൊ സന്താനങ്ങളോടൊപ്പം സർവ്വസുഖങ്ങളും അനുഭവിക്കാൻ അങ്ങനല്ലേ എനിക്ക് ഭാഗ്യം തന്നു, അങ്ങ് എന്റെ ഭാഗ്യമാണ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ. കുട്ടികളൊക്കെ വളർത്തുന്നതായി അവർക്കും യോഗ്യരായിരിക്കുന്ന രാജകൊട്ടാരങ്ങളിൽ വിവാഹാലോചനകളൊക്കെ വന്നു. അവർക്കും വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായി. പേരക്കുട്ടികളെയൊക്കെ കൊഞ്ചിപ്പിച്ച് അങ്ങനെ രാജാവിന്റെ അഗ്നി ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോ രാജാവിങ്ങനെ പറയും, വ്യക്തിയൊക്കെ ചുണ്ണാമ്പൊക്കെ തേച്ച് പത്നി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് രാജാവ് വയസ്സായി, എന്നാലും പേരക്കുട്ടികളൊക്കെ കൊഞ്ചിപ്പിച്ച് മുത്തശ്ശിയായിട്ട് ഇരിക്കുമ്പോ പറയും, സൗഭാഗ്യസുന്ദരി എന്റെ ഒരു ഭാഗ്യല്ലേ നിന്നെ കിട്ടിയത്. സൗഭാഗ്യസുന്ദരി അങ്ങനെയല്ല, എന്റെ ഭാഗ്യമാണ് ഒന്നുമല്ലാത്തവളായ എന്നെ ഇങ്ങനെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പട്ടംകുഷിയാക്കിയില്ലേ. ആ പേരക്കുട്ടികളൊക്കെ കൊഞ്ചിച്ചിരിക്കുക, അവരും ഉണ്ടായി തുടങ്ങി, അവരും സർവശസ്ത്രാസ്ത്ര പാരമ്പര്യരായി വളരെയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഈ താരധ്വജ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കാനായിരുന്നു. ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ ചെറുപ്പക്കാരായിരിക്കുന്ന പേരക്കുട്ടികളൊക്കെ യുദ്ധത്തിന് പോയ ആളുകളൊക്കെ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഇത് കേട്ടതും സൗഭാഗ്യസുന്ദരി രാജാവ് ബോധം കെട്ട് നിൽക്കുന്നു. ഉണരുമ്പോൾ മാറത്തടിച്ച് നിർമ്മിക്കാത്തതിൽ എന്തൊരു ഭാഗ്യം കേട്ട ജന്മമാണ് നമ്മുടെ. നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകളൊക്കെ യുദ്ധത്തിന് പോയി മരിച്ചു വീഴേ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മക്കളെ യുദ്ധത്തിന് പോയി അവരും മരിച്ചു. യുദ്ധത്തിന് പോയവരൊക്കെ മരിച്ചു. രാജകൊട്ടാരം ശത്രുക്കളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയൊക്കെ എത്തി. രാജാവിന്റെ അഗ്നി ഇങ്ങനെ പൊട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാജകൊട്ടാരത്തിൽ പുറത്താക്കപ്പെട്ടതായ രാജാവിന്റെ അഗ്നി ആ യുദ്ധഭൂമിയിൽ വലിച്ചു കിടക്കുന്നതായ തങ്ങളുടെ പേരക്കുട്ടികളുടെയും കുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങൾ കരിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. രാജാവ് പറഞ്ഞു, എന്തൊരു വിധിയാണ്, എന്തൊരു ദുർവിധിയാണ്, നമ്മൾ രണ്ടുപേരും ഭാഗ്യം കണ്ടവരായിരുന്നല്ലോ. അപ്പൊ സൗഭാഗ്യസുന്ദരി പറയും, ശരിയാ, ഭാഗ്യം അത് നമുക്ക് തുണയില്ലാതായി തീർന്നു എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ബ്രാഹ്മണം വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിരുന്നത് എന്താ കാര്യം? മരിച്ചു ജാതസ്ഥിതി ധ്രുവോ മൃത്യുവോ ധ്രുവം ജന്മമൃതസ്യ തസ്മാനബഹികാര്യാർത്ഥേ കസ്ത്വം ശോധിച്ചു പറഞ്ഞ ജനിച്ചത് മരണം, മരിച്ചത് ജനനം. അപ്പൊ ഒരിക്കലും പരിഹാരമില്ലാത്തൊരു കാര്യമാണ് മരണമെന്നിരിക്കെ അതിനെക്കുറിച്ച് മരിച്ചുപോയവരെ കുറിച്ച് ആലോചിച്ച് വെറുതെ കരഞ്ഞ് സമയം പറയാതെ മരിച്ചുപോയവർക്ക് വേണ്ടതായ ഔദ്യോഗിക കർമ്മങ്ങൾ ചെയ്യാം. അതാണ് ജീവിച്ചിരിക്കുന്നവരുടെ ധർമ്മം എന്ന് പറയുന്നത്. അത് അനുഷ്ഠിക്കുന്നു എന്നിങ്ങനെ ഈ ബ്രാഹ്മണോത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോ വേഗം രാജാവിന്റെ അഗ്നി കൂടി ആ ബ്രാഹ്മണോത്തരം പറഞ്ഞത് പ്രകാരം ആ തടാകത്തിലേക്ക് ഇറങ്ങിയിട്ട് മുങ്ങി നിവർന്നതും സൗഭാഗ്യസുന്ദരി നാരദമഹർഷി കഥ ഞാനിപ്പോ എന്തൊക്കെ അനുഭവിച്ചു. ഞാൻ സ്ത്രീയായി മാറി, എന്നെ ഒരു രാജാവ് കൈപിടിച്ച് രഥത്തിലേക്ക് കൊട്ടാരത്തിൽ കൊണ്ടുപോയി പട്ടമൊക്കെയായി വാണു. എനിക്ക് 12 മക്കളുണ്ടായി. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി. ഞാൻ മുത്തശ്ശിയായി. ഇപ്പതാ ഞാൻ വീട്ടിൽ നിന്ന് ആരെന്നായി
എനിക്ക് നാരദനാണെന്നുള്ള കാര്യം ഓർമ്മയേ ഉണ്ടായില്ലല്ലോ. നോക്കിയപ്പോ കലക്കിരിക്കുകയാണ് മഹാവിഷ്ണു കുഞ്ഞിരുന്നില്ലേ. എന്താ നാരദ പക്ഷേ കുളിക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്തെത്ര നേരം ഇത് വരൂ. അപ്പൊ നാരദ എത്ര നേരം, എത്ര വർഷങ്ങൾ കഴിഞ്ഞു നാരായണ. എന്താ നാരദ പക്ഷേ പക്ഷെ അങ്ങ് കുളിക്കാൻ ഇറങ്ങിയിട്ട് ഒരു നിമിഷമല്ലേ ആയിരുന്നു. ഒരു നിമിഷം എന്താണ് ഞാൻ ഒരു സ്ത്രീയായി മാറിയത്. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ, എത്ര സന്തോഷങ്ങൾ അനുഭവിച്ച ആ സന്തോഷങ്ങൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. എന്നിട്ടോ ദുഃഖത്തിൽ ആണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. എന്താ നാരായണ ഇതൊക്കെ. മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് നാരദമഹർഷിയല്ലേ പറഞ്ഞത് മായയെ കാണുന്നത്, ഇത് തന്നെയാണ് മായ. എന്താ നാരദമഹർഷി ഇനി ഒന്നുകൂടി കാണുന്നത്. അയ്യോ വേണ്ടേ, എനിക്ക് മായയെ കാണണ്ടേ, എന്നെ ഇനി മേലിൽ ഈ മായ ബാധിക്കാത്ത വിധത്തിൽ അവിടെ അനുഭവിക്കണേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ രാജാവ് നിന്ന് കരയാം. എന്റെ സൗഭാഗ്യസുന്ദരി എവിടെ പോയി, വെള്ളത്തിൽ മുങ്ങിയതാണല്ലോ, നിന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ആ താരഭുജ രാജാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേഗം നാരദമഹർഷി താരഭുജ മഹാരാജാവിന്റെ പറഞ്ഞു, ഏ രാജാവേ, അങ്ങ് പറയുന്ന ഈ സൗഭാഗ്യസുന്ദരിയെ അങ്ങക്ക് എവിടെ കിട്ടിയേ? അങ്ങ് എവിടെ വെച്ചിട്ടാ കണ്ണിൽ കാട്ടിൽ വെച്ചിട്ടാ? അവിടെ എവിടെ വന്നതാ അറിയില്ല. അവരുടെ യഥാർത്ഥ നാമം എന്താ അറിയില്ല. സൗഭാഗ്യസുന്ദരിന് അങ്ങനെ പേരിട്ടത്. അതെ, അപ്പൊ അവൾ ആരാ അറിയില്ല. എവിടെയോ വന്നു അല്ലേ, എവിടെയോ പോയി. അങ്ങനെയെങ്കിലും വിചാരിക്കും. ഒന്നും നമ്മുടെ അല്ല, നമ്മളാണ് പേരൊക്കെ ഇട്ട് എന്റെയാണ്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടേതായ ഒന്നുമില്ല. നമ്മുടേതെന്ന തോന്നലിൽ നമ്മളെ നിലനിർത്തുന്നതാണ് മായയാണ്. ആ മായയെ മറികടക്കുന്നു എന്ന് രാജാവ് ആ സൗഭാഗ്യസുന്ദരിയെ കുറിച്ച് ചിന്തിച്ച് തന്നെ താരഭുജ ചക്രവർത്തി ദേശത്തിലേക്ക് പോയി എന്ന് കഥ ശരിയാണ്. നാരദമഹർഷി വിട്ടു. ഹേ വേദവ്യാസ, മഹനീയെന്ന ഈ മഹിമയും ലോകമായ ലോകം മുഴുവൻ നാരായണ നാമമന്ത്ര പവിത്ര ഗാത്രനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായി എനിക്കൊരു നിമിഷം കൊണ്ട് ഒരു ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്നു. ഈ മായാതത്വത്തെ മറികടക്കാൻ അറിയാൻ അതിനൊരു വഴിയുണ്ട്. ആ മായയെ തന്നെ ആശ്രയിക്കുക, ആ അമ്മയെ തന്നെ ആശ്രയിക്കുക. ദുഃഖം വരുമ്പോ ആലോചിക്കുക, ദുഃഖമില്ലാത്ത ആരായി നോക്കുന്നത്? എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നു. ശരീരമുണ്ടോ? സുഖമുണ്ട്. സുഖമുണ്ടോ? ദുഃഖമുണ്ട്. എന്റെ തെരുവുള്ള അയ്യപ്പ, എനിക്ക് അടുത്ത ആഴ്ച കുറച്ച് ദുഃഖം തരുമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദുഃഖം കിട്ടുന്നത്. അല്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടല്ല നമുക്ക് ദുഃഖം കിട്ടണേന്നിരിക്കെ സുഖം കിട്ടാനും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരീരത്തൊക്കെ സുഖമുണ്ടാവും. അപ്പൊ സുഖവും ദുഃഖവും അത് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. കുറച്ചു പേർക്ക് എന്നാൽ കുറെ സുഖം കൊടുക്കാമെന്ന് വിചാരിച്ച് ഈശ്വരൻ കുറെ സുഖം കൊടുക്കത്തൊന്നുമില്ല. എന്നാൽ കുറച്ചു പേരെ കുറെ പണക്കാരാക്കാന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുറെ പണക്കാരാവാനുള്ള അനുഗ്രഹമൊന്നും കൊടുത്തിട്ടില്ല ഈശ്വരൻ. കുറെ പേര് ദരിദ്രന്മാരായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ പേര് ദരിദ്രന്മാരാക്കിയതും ഈശ്വരന്മാരല്ല. ഇതൊക്കെ ആരാണ് ആക്കിയത്? നമ്മൾ തന്നെ നമ്മളെ തന്നെ കാണും. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ജനിച്ചു വീഴുമ്പോൾ വാസനാഗുണത്തോടുകൂടി അവരവരുടേതായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കർമ്മവാസനകളുടെ ഫലമായി അവരവരെ ആ പ്രാരബ്ധാദി ദുഃഖങ്ങൾ അനുഭവിച്ചേ. ഇപ്പൊ നമ്മുടെ രൂപം ഇതാണ്, ഇതിനു മുമ്പ് നമ്മുടെ രൂപം ഇതായിരുന്നില്ല. ഇനിയിപ്പോ അടുത്തത് ഈ രൂപമല്ല, വേറെ ഏതോ രൂപ. നമ്മൾ തന്നെയാണ് ഇതൊക്കെ. അങ്ങനെയുള്ളതായി ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാവരും ആ പ്രപഞ്ച ഋതത്തിലൂടെ ഈശ്വരീയമായിരിക്കുന്ന താളത്തിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. പുഴയൊഴുകുമ്പോൾ അനവധി വലിയ വലിയ കരിമ്പാറക്കെട്ടുകളൊക്കെ പുഴയിലേക്ക് വീണ് പുഴയോടൊപ്പം ഒഴുകി 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 കൊച്ചു കൊച്ചു മണൽത്തരികളായി ഒഴുകി മഹാസാഗരത്തിൽ എത്തിച്ചേർന്ന് സാഗര തീരത്തെ വെറും പഞ്ചസാര മണൽത്തരികളായി മാറുന്നത് പോലെ ആ മണൽത്തരികളൊക്കെ വീണ്ടും കാലം കഴിയുമ്പോൾ കടൽ മരുഭൂമിയാവും. മരുഭൂമി കടലായി മാറും. പുഴ വഴിമാറി ഒഴുകും. ഭൂപ്രദേശങ്ങളെല്ലാം ജലത്തിനടിയിലാവും. ജലത്തിനടിയിലുള്ള ഭൂപ്രദേശങ്ങൾ പൊങ്ങി വന്ന് മനുഷ്യവാസ ജീവവാസ യോഗ്യമായി തീരും. ഇത് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമ സ്വരൂപങ്ങളാണ്. ഇതിവിടെ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അതിന്റെ തുടർച്ച മാത്രമാണ്.
അതെല്ലാം നിലനിൽക്കുന്നത് എന്തിനാണ്? മായ. ആ മായയോ അഹമെന്ന ബോധം. ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചമുള്ളൂ. അഹങ്കാരത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നാണ് ദേവീഭാഗവതം പറയുന്നത്. അഹത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ അഹത്തെ പതുക്കെ 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 മനസ്സിലാക്കി ഈ അഹം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിവോടുകൂടി വർദ്ധിക്കാൻ സാധിക്കുന്നത് സുഖത്തിലും ദുഃഖത്തിലും സമഭാവന കൈവരിച്ചവരായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സജ്ജനങ്ങളെന്നും യോഗീശ്വരന്മാരെന്നും ഈശ്വരന്മാരെന്നും വിളിക്കുന്നത്. എന്തായാലും നമുക്കൊരു ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും ആവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആമതിയുടരീയം സ്മരണീയം ശരണങ്ങളമമ്പായ. ആ അമ്മയുടെ പാതാരങ്ങളെ സ്മരിച്ചു ഭക്തിഭാവന വേണ്ടതുപോലെ ഉണർന്നുകൊണ്ട് ഇരിക്കുക എന്ന് നാരദന്റെ വാക്യാനം പറഞ്ഞുകൊണ്ടാണ് 6ാമത്തെ സ്കന്ധം അവസാനിക്കുന്നത്. നാരദൻ എപ്പോഴാണ് സ്ത്രീയായി മാറി? ഒരു കുളത്തിൽ പോയി മുങ്ങിയപ്പോഴാണ്. എപ്പോഴാ വീണ്ടും യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നത്? അതുപോലെ ഏതോ ഒരു ജലസ്നാനത്തിലാണ്. അതുകൊണ്ടാണ് പറ്റുന്ന തീർത്ഥങ്ങളുടെ കൊണ്ട് പോയി മുങ്ങി നോക്കുക. ചിലപ്പോൾ ഇവരിപ്പോ നമ്മുടെ യഥാർത്ഥ രൂപം നമുക്ക് കിട്ടിയാലോ? അനവധി തീർത്ഥങ്ങളുണ്ടല്ലോ. ഈ തീർത്ഥസ്നാനത്തിന്റെ മഹിമയാണ് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ളതായ ഒരു ഉപാധി കൂടിയാണ്. അതിന് ഭക്തി ഉറക്കണം. വേണ്ടതുപോലെ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം. മാവിന്റെ രഹസ്യം എവിടെയാ? മാങ്ങയിലാണ് അല്ലേ? മാങ്ങയുടെ ഉള്ളിൽ തന്നെയാ മാവിന്റെ രഹസ്യം. അപ്പൊ നമ്മുടെ രഹസ്യം തേടി നമ്മള് വേറെ ഓടിയിട്ട് കാര്യമൊന്നും. നമ്മളിൽ തന്നെ മുങ്ങണം. ആ മുങ്ങലാണ് ആത്മതീർത്ഥ സ്നാനം. ആത്മതീർത്ഥമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ തീർത്ഥം. ആ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഈ അത്ഭുതങ്ങളെ നമുക്ക് ആനന്ദത്തോടുകൂടി അനുഭവിക്കാൻ സാധിക്കും. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് അല്ലാതെ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖമാണ്. ഇതൊക്കെ ഉപേക്ഷിക്കണം 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 എന്നൊക്കെ പല ആശയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പുരാണങ്ങളോ വേദവ്യാസങ്ങളോ ഇതൊന്നും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നിങ്ങൾക്കൊന്നും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ഉപേക്ഷ എന്ന് പറഞ്ഞ കാര്യം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ദുഃഖങ്ങളെ നമ്മൾ നിസ്സാരമായി കാണണം എന്നാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ എപ്പോഴും നമ്മൾ ദുഃഖിതരായിരിക്കുന്ന വിചാരിക്കാൻ ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ വിചാരം ഇതോടുകൂടി നമ്മൾ കഴിക്കുന്നു. അല്ലെ? നമുക്ക് എപ്പോഴെങ്കിലും ദുഃഖം പിടിപ്പെടുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താ? ഈ ദുഃഖം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ആ ദുഃഖത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ശരിയാവും എന്റെ ജീവിതം എന്നൊക്കെ ചിന്തിക്കും. അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കാനാണ് സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ ഗൃഹസ്ഥമൊക്കെ വളരെ മോശമാണെന്നല്ല വ്യാസൻ പറയുന്നത്. വ്യാസൻ എപ്പോഴും ഗൃഹസ്ഥധർമ്മത്തിന്റെ മഹിമയാണ് ഉദ്ബോധിച്ചത്. ആ ഗൃഹസ്ഥധർമ്മം എന്ന് പറയുന്നത് അതിലൂടെ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആനന്ദമാണ്. പ്രപഞ്ച രഹസ്യത്തെ അറിയലാണ് മോക്ഷം. അല്ലാതെ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കലോ ജന്മങ്ങളെ ഇല്ലാതാക്കലോ ഒന്നുമല്ല മോക്ഷം. ജനനവും മരണവും നമ്മളെ ബാധിക്കാതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പക്ഷിയായി ജനിച്ചാലെന്താ, മൃഗമായി ജനിച്ചാലെന്താ, രാക്ഷസനായി ജനിച്ചാലെന്താ, മനുഷ്യനായി ജനിച്ചാലെന്താ, ആ ഭഗവാനോടുള്ളതായ ഭക്തിഭാവം എനിക്ക് വരണേ എന്നാണ് ഭാഗവതോത്തമന്മാരുടെ പ്രാർത്ഥന. ഏത് ശരീരം കൊണ്ടാലും ഭഗവാനുമായി എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധമുണ്ടായിരിക്കണം, ചേർന്നിരിക്കാൻ സാധിക്കണം. ഇത്രേ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളതായ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ഗൃഹസ്ഥം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു യജ്ഞമാണ്. ആ ഗൃഹസ്ഥ ധർമ്മത്തിന്റെ മഹത്വമാണ് നമുക്ക് വ്യാസമൂലം പറഞ്ഞു തരുന്നത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് പുരാണങ്ങൾ. ആ പുരാണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന വെളിച്ചം എന്താണ്? നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമ്മുടേതായിരിക്കുന്ന ധർമ്മത്തിൽ ഈശ്വരീയമായിരിക്കുന്ന ഭാവത്തോടുകൂടി ചേർന്നിരിക്കുക. ഭക്തി ഉറയ്ക്കുക. ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതം തന്നെ മഹത്തരമായിരിക്കുന്ന ഈ ജ്ഞാന അനുഭവത്തിനുള്ള യജ്ഞമായി മാറുന്നു. ഊർധ്വഭാവം യൗന്യേഷ കശ്ചിത് ശ്രോതിനെ ധർമാദർഭശ്ച കാമശ്ച സധർമ്മക്കോന്ന് സേവ്യതേ എന്നാണ് വേദവ്യാസൻ മഹാഭാരതത്തിന്റെ അവസാനം 2 കൈക്കും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വ്യാസൻ ലോകത്തോട് വിളിച്ച് പറയുകയാണ്, ഊർധ്വഭാവൂപിരമുന്യേഷ, ഞാനിതാ ശൂന്യഹസ്തനായി ഉയർത്തിപ്പിടിച്ച കൈകളുമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്താ ഞാൻ വിളിച്ചു പറഞ്ഞത്? ഞാനിതാ മടങ്ങി പോവുകയാണ്, എന്നെ ആരും കേൾക്കുന്നില്ല. എന്താ ഞാൻ പറഞ്ഞത് ലോകത്തോട്? ധർമ്മം, ധർമാദർഭശ്ച കാമശ്ച, ധർമ്മം ചെയ്യൂ. ആ ധർമ്മം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് അർത്ഥകാമങ്ങൾ തന്നെത്താൻ വന്നു ചേരും. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നെട്ടോട്ടം ഓടേണ്ട കാര്യമില്ല. ധർമ്മം അനുഷ്ഠിക്കൂ. ആ ധർമ്മം നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ആ ഇച്ഛകളെ പൂർത്തീകരിച്ചു തരൂ എന്നാണ് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും ആരും ആ ധർമ്മത്തെ അനുഷ്ഠിച്ചില്ലല്ലോ. എല്ലാവരും എന്തിന്റെ പിന്നാലെയാ പോലെ? കാമത്തിന്റെയും അർത്ഥത്തിന്റെയും പിന്നാലെയാ പോലെ. അപ്പൊ എന്താ ധർമ്മം എന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ വ്യാസായ എന്നാണ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ നാരദ മഹർഷി പറഞ്ഞത്. അങ്ങ് പറഞ്ഞു ധർമ്മനുഷ്ഠിക്കൂ, ധർമ്മനുഷ്ഠിക്കൂ, ധർമ്മനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ ആ ധർമ്മത്തെ അങ്ങ് പറഞ്ഞു കൊടുത്തില്ല എന്നാണ് നാരദ മഹർഷിയുടെ സൂചന. അതിന്റെ അർത്ഥം എന്താ? നമ്മളെപ്പോലുള്ള ആളുകളുടെ സംശയം എന്താ? നല്ല മനോഹരമായിരിക്കുന്നതായ ഒരു തടാക തീരത്തുള്ള പുൽത്തകിൽ, ഈ പുൽത്തകിലേക്ക് പ്രഭാതത്തിൽ ഇങ്ങനെ സൂര്യരശ്മികൾ ഇങ്ങനെ പതിക്കുന്ന സമയത്ത് കവചയുടെ തുമ്പത്ത് മഞ്ഞിൻ തുള്ളി ഇങ്ങനെ സൂര്യപ്രകാശത്താൽ ഇങ്ങനെ തിളങ്ങും കുത്തുമണികളും. ആ സമയത്താണ് ഈ മാൻകുട്ടി ചാടി ചാടി വന്ന് ഈ കറുകപ്പുല്ല് കടിച്ച് അപ്പൊ ആ കറുകപ്പുല്ലിൽ നിന്ന് ഒരു രോദനം പ്രകൃതിയിലുള്ളത്. എന്താ രോദനം? പുത്രധർമ്മ വ്യവസ്ഥിതി. എവിടെയാണ് ധർമ്മം? ഇതാണ് ചോദ്യം. എന്റെ നിർദ്ദയം ഈ മാൻ കടിച്ച് തിന്നും. ഞാൻ ഈ മാനിനോട് വല്ല ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? അപ്പൊ എവിടെയാണ് ധർമ്മം എന്ന് കറുകപ്പുല്ല് ചോദിച്ചു. ആ മാൻ ഇങ്ങനെ കറുകപ്പുല്ലൊക്കെ തിന്ന് വയറ് നിറച്ച് തന്റെ കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സിംഹം ആ മാനിന്റെ മേലെ ചാടി വീണ് അതിന്റെ കഴുത്തിന് ദംഭങ്ങൾ അമർത്തി ചുടുചോരങ്ങളെല്ലാം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക. മാൻ പിടഞ്ഞുകൊണ്ടിരിക്കുക. പിടയുന്ന മാനിൽ നിന്നും ചോദ്യം നടന്നു, പുത്രധർമ്മ വ്യവസ്ഥിതി, എവിടെയാണ് ധർമ്മം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരമായി. സിംഹം മാനിനെ നിന്ന് തന്റെ ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറ്റനായ ഒരു പെരുമ്പാമ്പ് വന്ന സിംഹത്തെ വലിയും. ആ സിംഹത്തെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സിംഹത്തിൽ നിന്നും ഒരു ചോദ്യം വന്നു, പുത്രധർമ്മ വ്യവസ്ഥിതി, ഇതെന്ത് ധർമ്മമാണ്? ഞാൻ എന്റെ ഇരയിൽ നിന്ന് എന്റെ വയറ് നിറച്ച് എന്റെ കാര്യം നോക്കി പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ഉപദ്രവം ചെയ്യാതെ ഈ അജകരൻ എന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഇതെന്ത് ധർമ്മമാണ് ഈശ്വര? ഇതാണ് ധർമ്മം. പെരുമ്പാമ്പങ്ങനെ സിംഹത്തെ വിഴുങ്ങി ഇങ്ങനെ സുഖമായിട്ട് മരത്തിന്റെ ചുവട്ടിൽ കിടക്കുമ്പോഴാണ് മരത്തിന്റെ മുകളിൽ നിന്ന് ഊറ്റനായൊരു പരുന്ത് വന്ന് ഈ പെരുമ്പാമ്പിനെ തന്റെ കാന്തഖങ്ങളാൽ മുറുക്കിയെടുത്ത് കൊണ്ടുപോയി വൃക്ഷശാഖയിൽ വെച്ച് കുത്തി മുമ്പോട്ട്. അപ്പൊ ഈ പെരുമ്പാമ്പിൽ നിന്നും ചോദ്യം ഉയർന്ന് എന്താ പുത്രധർമ്മ വ്യവസ്ഥ? ഇതെന്ത് ധർമ്മമാണ്? ഞാൻ ഈ പരുന്തിനെ യാതൊരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല, അത് എന്നെ തിന്നും. ഇതാണോ ധർമ്മം? അങ്ങനെ പരുന്തി പാമ്പിനെയൊക്കെ തിന്ന് വയറൊക്കെ നിറച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാടിന്റെ ഇരുവിൽ നിന്നൊരു പൂരം വന്ന് ഈ പരുന്തിന്റെ മാറി തന്നെ തറച്ച് അത് താഴത്തേക്ക് പോയി. ഒരു കാട്ടാളം വന്ന് ഈ പരുന്തിനെ കാല് പിടിച്ച് തല കീഴായി തൂക്കി പിടിച്ച് നടക്കാൻ പറ്റും. കിടന്നുകൊണ്ടിരിക്കുന്ന പരുന്ത് ഉറക്കെ ചോദിച്ചു, പുത്രധർമ്മ വ്യവസ്ഥ, ഇത് ധർമ്മമാണ്? ഞാൻ ഈ കാട്ടാളത്തെ മറ്റോ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ നിർദ്ദയം ദാപ്പയിൽ വിൽക്കി. കാട്ടാളകൾ ഈ പരുന്തിനെ കൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് കാട്ടിലെ മുളങ്കാടുകളൊക്കെ തമ്മിൽ കാട്ടിൽ കുത്തി വികസി കാട്ടുതീയുണ്ടായി. ഈ കാട്ടാളനെ കാട്ടുതീ ഇങ്ങനെ ജ്വലിച്ച് ആ കാട്ടുതീ കാട്ടാളനെ ജനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാട്ടാളൻ വിളിച്ച് ചോദിക്കും, പുത്രധർമ്മ വ്യവസ്ഥയിൽ ഞാൻ ഈ അഗ്നിയോട് എന്ത് തരും? ആ അഗ്നിനാവുകൾ ഇങ്ങനെ കാട്ടിലെ ജീവജാലങ്ങളെയൊക്കെ നക്കി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശത്തിൽ മേഘങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് മഴകൾ പെയ്യാൻ തുടങ്ങി. ആ മഴയത്ത് അഗ്നിനാളങ്ങളൊക്കെ കെടാൻ തുടങ്ങി. അവസാനത്തെ അഗ്നിനാളം ഇങ്ങനെ ഉയർന്ന് ചോദിച്ചു, പുത്രധർമ്മ വ്യവസ്ഥ, ഇത് ധർമ്മമാണ്? ഈ മഴയെ കെടുത്തു. ഈ ചോദ്യത്തിന് ഉത്തരമില്ല. ഈ
മാനിനെ സംബന്ധിച്ച് താൻ ചെയ്യുന്നത് ധർമ്മമാണ്. മാനിന്റെ ധർമ്മം കറുകപ്പുലിയുടെ അധർമ്മമാണ്. സിംഹത്തിന്റെ ധർമ്മം മാനിന് അധർമ്മമാണ്. സിംഹത്തിന്റെ ധർമ്മം മാനിന് അധർമ്മമായിരിക്കുമ്പോൾ പെരുമ്പാമ്പിനെ സംബന്ധിച്ച് സിംഹത്തെ വിഴുങ്ങുക എന്നത് തന്റെ ധർമ്മമാണ്. പക്ഷെ സിംഹത്തെ സംബന്ധിച്ചോ തന്റെ പ്രാണനെടുക്കുന്നു പെരുമ്പാമ്പ് എന്ന അധർമ്മമാണ്. ഇത് ലോകത്തിലെ വ്യവഹാര സ്ഥിതിയാണ്, ധർമ്മത്തിന്റെ സ്ഥിതിയാണ്. ലോക ധർമ്മത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. മദ്യം വിൽക്കുന്നവരെ സംബന്ധിച്ച് അത് അവന്റെ ധർമ്മമാണ്. അവന്റെ ജീവനോപാധിയാണ് മദ്യം വിൽക്കുക. മദ്യം കഴിക്കുന്നവരെ സംബന്ധിച്ചോ അവനും അത് ധർമ്മമാണ്, അവന്റെ ആസ്വാദനമാണ്. അത് കഴിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് മാംസം വിൽക്കുന്നത് ധർമ്മമാണ്. മാംസത്തിന് വേണ്ടി മൃഗത്തെ കൊല്ലുന്നത് ധർമ്മമാണ്. ആ മരണത്തിന് വേണ്ടിയല്ലേ? അന്നം അന്നേന കാതയിത്വ. കൊല്ലുന്നവന് ന്യായമില്ല. പറയും എന്താ? ഒരു പോത്തിനെ കൊല്ലുന്ന സമയത്ത് അനുവാദം ചോദിച്ചിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെ കർമ്മത്തിന്റെ ചില ന്യായീകരണങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണ് കൊല്ലുന്നത്. വൃക്ഷം വെട്ടുമ്പോൾ അനുവാദം ചോദിച്ചു, പൂജയൊക്കെ ചെയ്ത് അനുവാദം കൊല്ലട്ടെ. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ആൽവൃക്ഷവും അറിയാനും ഒക്കെ വെട്ടാം. അപ്പൊ അതുപോലെ ഒരു പോത്തിനെ തല വെട്ടുന്ന സമയത്ത് അനുവാദം ചോദിച്ചിട്ടാണ് വെട്ടുന്നത്. എങ്ങനെയാണ് അനുവാദം ചോദിക്കുന്നത്? വെട്ടാറാകുമ്പോ പോത്തിന്. പക്ഷെ അന്നത്തിന് വേണ്ടിയുള്ള ഹിംസയല്ല എന്ന് ഞാൻ ജീവനോപാധി, ജീവനമാർഗമാണ്. പക്ഷേ മരിക്കുന്ന ജീവിയെ സംബന്ധിച്ചോ തന്റെ പ്രാണൻ എടുക്കുന്ന ആ അധർമ്മി, അതാണ് കഴിക്കുന്നവരെ ഒന്നാ പാപം തിന്നാ തീ. നമുക്ക് ന്യായീകരണം മലയാളികൾക്കാണ് ന്യായീകരണങ്ങൾ കൂടുതൽ. ഒന്നാം പാപം തിന്നാ തീരും, അപ്പൊ പിന്നെ കൊല്ല. അപ്പൊ അതേ അർത്ഥം എന്താ? ഒന്നാം പാപം തിന്നേ തീരുന്നതാണ്. ആ തിന്നൽ ഇതല്ല, തിന്നാനുള്ളത് വേറെ വരും. കാലത്തിന്റെ വായിൽപ്പെട്ടവരാണ് നമ്മളത് എല്ലാവരും എന്ന് എഴുത്തച്ഛൻ പറയുന്നത്. എങ്ങനെ? ശ്രവണകളസ്ഥമാന്തദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നമാൻ. ചക്ഷുശ്രവണകളസ്ഥമാന്തദുരം. ചക്ഷുശ്രവണ പാമ്പ്, അതിന്റെ വായിലകപ്പെട്ട തവള. അപ്പോഴും തവളയുടെ നാള് ഇരയെ തിന്നാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുക. തവള വേറൊന്നിന്റെ വായനാണ്. ഈ പാമ്പാര കാലമാണ്. നമ്മളൊക്കെ ഈ കാലത്തിന്റെ വായനകപ്പെട്ടവരാണേ. ആ കാലത്തിന്റെ വായനകപ്പെട്ടിരിക്കുന്ന നമ്മളാണ് വിഷയസുഖങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന അധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദന എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാറ്റിലും ഒരുപോലെയാണ്. അതുണ്ടെങ്കിൽ അത് അധർമ്മമാണ് എന്നാണ് വ്യാസവാക്യം. അപ്പൊ ലോകവ്യവഹാരത്തിലെ ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്നാ പിന്നെ നമുക്ക് മാംസാഹാരം ഉപേക്ഷിക്കാം എന്നാരും തീരുമാനിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നു, തീരുമാനിക്കും. അപ്പൊ നമുക്ക് ചില ന്യായീകരണങ്ങൾ വേറെയുണ്ട്. ചൊട്ടയിലെ ശീലം തുടരവരെ കുട്ടിക്കാലത്ത് പോലും ശീലിച്ച കുറെ കാര്യങ്ങൾ. ശീലങ്ങളൊന്നും ഉപേക്ഷിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും? ആർക്ക്? പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക്. സാമൂഹിക വ്യവഹാരത്തിൽ പല കാര്യങ്ങളും ധർമാധർമ്മ ചിന്തകളിലൂടെ നമുക്ക് അംഗീകരിക്കാനോ നിരാകരിക്കാനോ സാധിക്കാത്ത അവസ്ഥകൾ വന്നു ചേരും. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യണം എന്നാണ് നാരദനൊക്കെ ചോദിച്ചതിന്റെ അർത്ഥം. വ്യാസ, അങ്ങ് ധർമ്മം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിലേതാ ഈ ധർമ്മം? ഒന്ന് പറഞ്ഞു തരും. ഋഷീശ്വരന്മാർക്ക് മനസ്സിലാവും, മഹാപണ്ഡിതന്മാർക്ക് മനസ്സിലാവും, വാക്യാർത്ഥ സദസ്സിൽ പോകുന്നതായ സംവാദമൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാരായ ആളുകൾക്ക്
ഹിംസയുണ്ട് എന്ന് പറഞ്ഞ് അതുപോലും ഉപേക്ഷിക്കുന്ന നിസ്സംഗതയിലേക്ക് ലോകത്തെ കൊണ്ടുകൊണ്ടു പോകാൻ നോക്കിയത് പറ്റുമോ? സാധിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ചില രഹസ്യ നിയമങ്ങളുണ്ട്. ആ രഹസ്യ നിയമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിയുക എന്നത് എളുപ്പമല്ലാത്തതിനാൽ അതെയോ വേദവ്യാസ, അങ്ങൊരു കാര്യം ചെയ്യൂ. അന്ന് മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെ മുഴുവൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞത് എന്താ? ഭഗവാൻ വാസുദേവസ്യ കീർത്യതേത്ര സനാതനഃ. മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഭഗവാൻ വാസുദേവനെയാണ് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രകീർത്തിക്കുന്നത് എന്നാണ് വ്യാസൻ പറയുന്നത്. ചില ആൾക്കാർ ഇതിഹാസം രാമായണത്തെ വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊന്നും ഭക്തിയല്ല, ഭക്തി പ്രസ്ഥാനത്തെ ഭാഗവതത്തിലൂടെയാണ് ആരംഭിച്ചത്. രാമായണത്തിലെ രാമനൊന്നും ഈശ്വരനല്ല, അവതാരമല്ല, വെറും പച്ചയായ മനുഷ്യനാണ് വാൽമീകിയുടെ രാമൻ. തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമനാണ് ഭക്തി ഉണർന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവതാരനായി മാറിയത്. ഇതിഹാസത്തിലെ കഥകളൊക്കെ പച്ചയായ മനുഷ്യരുടെ വൈകാരികമായ കഥകളാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഒരു എഴുതി പിടിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വായിച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വലിയൊരു ചതിയിൽ പെട്ടു എന്ന് ഞാൻ പറയും. ഭക്തിയുടെ ഉദാത്തമായിരിക്കുന്ന ബിംബങ്ങളാണ് ഇതിഹാസമാകുന്ന മഹാഭാരതത്തിൽ. ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന 12ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർക്ക് പോലും അറിയില്ല. ഇവിടെ വലിയ വലിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത് ഡോക്ടറേറ്റ് കിട്ടാനും പുരസ്കാരങ്ങൾ കിട്ടാനും വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി ഏതെങ്കിലും വിധത്തിൽ ഇതിൽ എഴുതി പിടിപ്പിച്ച പ്രമാണങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ് അത്തരത്തിലുള്ളതായ എഴുത്തുകളുടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണക്കാരായ ഒരാൾ 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം വായിച്ചു നോക്കില്ല എന്ന അന്ധവിശ്വാസം കൊണ്ടാണ് അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ കുറച്ച് പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകളിലേക്കൊക്കെ ഈ ആധുനികമായിരിക്കുന്ന ചില കാര്യങ്ങൾ പുരാതനമായ പലതിനെയും തൊട്ടുമാറ്റി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇപ്പൊ കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. മഹാഭാരതത്തെ കുറിച്ചൊക്കെ പറഞ്ഞ ഇപ്പൊ കുറേശ്ശൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അനവധ്യാനമറ്റ് സന്യാസാശ്രമങ്ങൾ, അനവധ്യാനമറ്റ് ഗുരുശ്രേഷ്ഠന്മാര് പല രീതിയിലും പല ഭാവത്തിൽ ഇതിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആളുകൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് സിനിമകളായും സീരീസുകളായും യൂട്യൂബിലെ സംവാദങ്ങളായും ക്ലാസുകളായും ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കി തുടങ്ങി എന്ന് വന്നപ്പോൾ ഇപ്പൊ അതിന് കുറച്ച് അയവ് വന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ ചരിത്രം പറഞ്ഞ് പറ്റിക്കാൻ പറ്റാതായി തുടങ്ങി. അപ്പൊ പിന്നെ ഈ ചരിത്രമല്ലാതെ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ വെച്ചുകൊണ്ട് അതിന്റെ ചരിത്ര രൂപം വേറെ ഉണ്ടാക്കുക എന്നതാണ്. എന്നിട്ടാണ് പഴയ താളിയോലകൾ ഇന്ന സ്ഥലത്തുള്ള താളിയോല, മറ്റേ താളിയോല എന്നൊക്കെ പറഞ്ഞു പറയും. ഒരു താളിയോലയിലും ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഊർജപത്രങ്ങളും താളിയോലകളും എന്നൊക്കെ പറയുന്നത് പഴയകാലത്തെ ശാസനങ്ങളെയും ഒക്കെ സന്ദേശങ്ങളെയും ഒക്കെ ലോകത്തെ പടർന്നു കൊടുക്കാൻ ഉണ്ടായവയാണ്. പിന്നീടാണ് കാവ്യങ്ങളൊക്കെ ഈ പറയുന്ന ഓലകളിലൊക്കെ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയത്. എഴുതി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പുരാണം വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഫലശ്രുതിയിലും എഴുതി പറയുന്നത് ഈ പുരാണം പകർത്തി എഴുതി ദാനം ചെയ്യുന്നത് ഏറ്റവും പുണ്യതമാണ് എന്ന് ഫലശ്രുതി കാണാം. അതിന്റെ കാരണം എന്താ? പഴയകാലത്ത് ഈ അച്ചടിക്കുന്ന പരിപാടി ഇല്ലല്ലോ. പകർത്തി എഴുതി പ്രചരിക്കപ്പെട്ടവയാണ്. അതിനു മുമ്പ് എഴുത്തില്ല, പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടവയാണ്. പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പറയുന്നവന് ചില യോഗ്യതകൾ ഉണ്ടാവണം എന്ന് അന്ന് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നവരുടെ പരമ്പരയെ സൂതമാഗധ ബന്ധികൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത്. ആ പാരമ്പര്യത്തിലേക്ക് എത്തിയവര് പുരാണകഥ പറയണം, അവർ ഇതിഹാസം പറയണം എന്നൊരു നിശ്ചയം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഏത് പുരാണം എടുത്താലും സൂത പരമ്പരകളാണ് കഥ പറയുന്നത്. ആ കഥ
കഥ പറയുന്നതോ ഏതെങ്കിലും യോഗ്യരായ ഋഷീശ്വരന്മാർ പറയുന്ന രീതിയിലായിരിക്കും ആ കഥകളെല്ലാം സമന്വയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ലോകധർമ്മത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ, ആ ധർമ്മം എന്താണ് എന്ന് നമുക്ക് സംശയം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായ ബോധത്തോടുകൂടി ചെയ്യാനുള്ളതായ ആത്മധൈര്യം നമുക്ക് പകർന്നു തരാൻ എന്ത് ചെയ്യണമെന്നാണ് ആരംഭമൊക്കെ പറഞ്ഞത്? അങ്ങ് സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന വിധത്തിൽ ഈ ധർമ്മത്തെ പറഞ്ഞു കൊടുക്കൂ. അങ്ങ് ഇതിഹാസത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. എല്ലാ ധർമ്മ ചിന്തകളെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ആരെ ശരണം പ്രാപിക്കാനാണ് പറഞ്ഞത്? സാക്ഷാത് കൃഷ്ണനെയല്ലേ. അപ്പോൾ ആ കൃഷ്ണനല്ലേ ധർമ്മം. അങ്ങ് പറഞ്ഞുവല്ലോ കൃഷ്ണൻ ധർമ്മമാണ്. അപ്പോൾ പിന്നെ ആ കൃഷ്ണനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് അവനവന്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് ഉപദേശിച്ചാൽ, അത് ലോകത്തിന് മനസ്സിലായാൽ എല്ലാവരും ധർമ്മപാതയിൽ എത്തിച്ചേരും. അപ്പൊ അവിടെ എന്താണ്? കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് വെച്ച് കർമ്മങ്ങളെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി ഉറച്ച് ആ ഭക്തി ഭാവനകളിലൂടെ ജീവിതത്തെ കാണുക. ഈശ്വരൻ എന്ന് പറയുന്നതായ സർവവ്യാപിയായ ആ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അതിനെ അനുഭവിക്കാവുന്ന വിധത്തിലും ഓരോരുത്തരും അവരവരുടെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അപ്പോൾ ലോകം ധർമ്മവ്യവസ്ഥിതിയിൽ മുന്നോട്ട് പോകും. ഈശ്വരേച്ഛ പൂർത്തീകരിക്കാൻ ഈശ്വരനെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക. അത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരേച്ഛയായി തീരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഈശ്വരനെ ഇഷ്ടമല്ലേ? ഈശ്വരന് നിങ്ങളെ ഇഷ്ടമാണ്. എന്താ ഈശ്വരന് നമ്മളെ ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈശ്വരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതറിയാനാണ് നാരദ മഹർഷി വ്യാസനോട് പറഞ്ഞത്. അന്ന് അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഈശ്വരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പൊ അതാ ഭാഗവതം എഴുതി എന്ന് പറയുമ്പോൾ പറയാൻ, എഴുതാറുള്ളത് നമ്മുടെ ഈ എഴുതലാണ്, മൊഴികളാണ്. അതിനെ കൃത്യമായ പദാർത്ഥ സ്വരൂപമാക്ക പദങ്ങൾ, അർത്ഥത്തോടുകൂടിയ പദങ്ങൾ കൂടിച്ചേരുന്ന വാക്യ നിബദ്ധമായിരിക്കുന്ന പദസന്നികർഷ സംഹിത, അങ്ങനെയുള്ള സംഹിതാ രൂപത്തിലുള്ളതായ ആ ആനന്ദത്തെ പകർന്നു കൊടുക്കുന്ന മൊഴികളായി വ്യാസൻ പകർന്നു കൊടുത്തു ഭാഗവതം. അപ്പൊ അതിൽ ആ ഭഗവാനുള്ളതായ ഭക്തി ഉൾച്ചേർന്ന് ഭക്തന്മാരനുഭവിച്ച ആനന്ദത്തിന്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും ആ ആനന്ദം വരികയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് ഈശ്വരേച്ഛയായി തീരണേ എന്ന സമർപ്പണഭാവത്തോടുകൂടി അത് ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ ലോകോപകാരപ്രദമായി തീരും. നാം പോകും അറിയാതെ. അപ്പൊ മായയെ മറികടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തിയോടുകൂടി നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും നോക്കിക്കാണുക. നമ്മുടെ ജീവിതത്തെ ആ ഭക്തി ഭാവനകളിൽ ചേർത്ത് നിർത്തുക. ഭക്തി ഭാവന തന്നെയാണ്. ഭാവിക്കണം. എന്തിനു വേണ്ടിയുമായി ഈശ്വരനെ ഭാവന ചെയ്യുക. ഒരമ്മ സ്വന്തം കുഞ്ഞിന് മാറോട് ചേർത്ത് സ്തന്യം പകർന്നു കൊടുക്കുന്ന ആ നിമിഷം, അതുപോലും ആ കർമ്മം പോലും ഈശ്വരീയമായ ആനന്ദമാണ് എന്ന ഭാവന. ഇങ്ങനെ ഭാവനയിലൂടെ നമുക്ക് നമ്മുടെ ലോകത്തിലെ സൗന്ദര്യത്തെ അനുഭവിക്കാൻ സാധിക്കും. അതാണ് മായയെ മറികടക്കാനുള്ള മാർഗം എന്ന മനോഹരമായ ഉപദേശത്തോടെയാണ് 6ാമത്തെ സ്കന്ധം അവസാനിക്കുന്നത്. ഇനി 7ാമത്തെ സ്കന്ധം ശ്രീമദ് ഭാഗവതത്തിലെ 7ാമത്തെ സ്കന്ധം ഊതി എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. പ്രഹ്ലാദന്റെ കഥയാണ്. പ്രഹ്ലാദ യുധിഷ്ഠിര സംവാദമാണ്. അവിടെ യുധിഷ്ഠിര നാരദ സംവാദത്തിൽ പ്രഹ്ലാദ ചിരോപക്രമമാണ്. ഇവിടെ ദേവി ഭാഗവതത്തിനാകട്ടെ ശ്രീമദ് ഭാഗവതത്തിൽ 9ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞ സൂര്യവംശ ചരിത്രത്തെ ഇവിടെ 7ാമത്തെ സ്കന്ധത്തിൽ ദേവി ഭാഗവതമാണ്. അപ്പൊ വംശം എന്ന് പറയുന്ന ലക്ഷണത്തോടുകൂടി കഥകളാണ്. ആ കഥയിൽ വംശവിസ്താരം ചെയ്യുമ്പോൾ സൂര്യചന്ദ്ര വംശങ്ങളുടെ രാജാക്കന്മാരുടെ കഥയാണ്. എല്ലാ രാജാക്കന്മാരുടെ കഥയും എല്ലാ പുരാണങ്ങളിലും വിസ്തരിച്ചിട്ടുണ്ട്.
ഓരോ പുരാണങ്ങളും ഈ വംശവിസ്താരം ചെയ്യുമ്പോൾ ആ വംശത്തിൽ ജനിച്ച മഹാത്മാക്കളായ രാജാക്കന്മാരിൽ ആ പുരാണം പ്രതിനിധാനം ചെയ്യുന്ന ദേവതാസ്വരൂപത്തെ ആരാധിച്ച ഭക്തി ഉള്ളിൽ ഉറച്ചവരായ ആളുകളുടെ കഥ കൂടുതൽ വിസ്തരിച്ച് പറയും. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ അംബരീഷന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകാദശി വ്രതം അനുസരിച്ച് അംബരീഷന്റെ കഥ. അതേപോലെ തന്നെ സുകന്യാചരിതം അംബരീഷം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നാഭാഗന്റെ കഥ പറഞ്ഞിട്ടുണ്ട്, നഭകന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടൻ കരൂർ എന്നിവരുടെയൊക്കെ കഥ ചുരുക്കി പറഞ്ഞു. വിശ്വാമിന്റെ വംശം പറഞ്ഞ് ശ്രീരാമന്റെ കഥ, രാമായണ കഥ 2 അധ്യായങ്ങൾ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു. ഉത്തരരാമായണം അടക്കം പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. ഇവിടെ രാമന്റെ കഥ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവതാര പുരുഷന്മാർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും കഥ മുന്നേ പറഞ്ഞു. ഈ സപ്തമസ്കന്ധത്തിൽ ശതാക്ഷിയെ ആരാധിച്ച് ശാകംഭരിയായ കൗശികിയായ ഭഗവതി ഉപാസകനായ ഹരിശ്ചന്ദ്രന്റെ കഥയ്ക്കാണ് പ്രാധാന്യം. ആ കഥ വിസ്തരിക്കുകയാണ്. ആ കഥയ്ക്ക് മുമ്പ് ഈ പറഞ്ഞതായ സൂര്യവംശം ആവിർഭവിച്ചത് എവിടെ നിന്നാണ്, അതിന്റെ ക്രമം എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ വ്യക്തമാക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു രൂപരേഖ നമുക്ക് പറഞ്ഞു തരുന്നു. അതൊക്കെ നമുക്ക് കേൾക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. സർഗം എന്ന ലക്ഷണവും വംശം എന്ന ലക്ഷണവും കൂടിച്ചേർന്ന കഥകളാണ് യഥാർത്ഥത്തിൽ സപ്തമസ്കന്ധം. അവിടെ ഭക്തിയുടെ സൂത്രവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി ധരിച്ചെന്നെ കഥ പറയുകയാണ്. ഭക്തിയുടെ സൂത്രവാക്യം സത്യസന്ധതയാണ്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സത്യത്തെ പരിശീലിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തി ഉണരുകയുള്ളൂ എന്ന ഉദാത്തമായ ചിന്ത. ആ സത്യത്തെ ചേർത്ത് വെച്ച 2 പേരുടെ ചരിത്രങ്ങളാണ് പുരാതന ഋഷീശ്വരന്മാർ ഉറക്കെ പാടിയത്. അതൊന്ന് ശ്രീരാമനാണെങ്കിൽ മറ്റൊന്ന് ഹരിശ്ചന്ദ്രൻ. പ്രഭാതത്തിന് ശേഷം ബാക്കിയുള്ള കഥകൾ രാധാരമണ മുകുന്ദ മുരാരേ ചരണം മേ തവ ചരണയുഗം പവനപുരേശ രാധ